ആഹാ, ചവിട്ടാനൊക്കെ തുടങ്ങിയ മെഷീൻ? ചുമ്മാ ഒന്ന് നോക്കിയതാ. ഇതങ്ങനെ പെട്ടെന്ന് അറിയോ? മെഷീൻ ചവിട്ടാൻ അറിയോ? ചെറുതായിട്ടൊക്കെ ചവിട്ടിട്ടുണ്ട്. അതിന്റെ പിന്നെ ചെയ്യാം. ബാ, ആദ്യം വെട്ടാനൊക്കെ പഠിക്കണ്ടേ? വെട്ടാനൊക്കെ പഠിച്ചിട്ട് വേണം ചവിട്ടാൻ. അളവെടുക്കണം, വെട്ടണം. ഇരിക്ക്. അയ്യോ, ഒരു മിനിറ്റ്. ഞാൻ ഈ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടാ വന്നേ. പറ്റാറായി. പിന്നെ എന്തൊക്കെയാ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛനും അമ്മയും മരിച്ചുപോയി ചേച്ചി. ആണോ? പിന്നെ എനിക്ക് കുറച്ച് വർഷങ്ങളായി. പിന്നെ എനിക്കൊരു ചേച്ചിയാ ഉള്ളത്. പിന്നെ കാര്യങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞു? ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ കാര്യങ്ങളൊക്കെ നോക്കണ മേരി ചേച്ചിയാണ്. പറഞ്ഞു ചേച്ചിയെ പറഞ്ഞു പറ്റി. അങ്ങനെ മേരി ചേച്ചി പറഞ്ഞു ചേച്ചിയുടെ കാര്യം. എന്തെങ്കിലും ഇപ്പൊ തയ്യൽ പഠിക്കാൻ തോന്നാൻ? ഇപ്പൊ കുറച്ച് ഫ്രീ സമയമുണ്ട്. കാര്യം ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാനിപ്പോ PSC കോച്ചിങ്ങിന് പോകണുണ്ട്. അപ്പൊ ഒരു ഗവൺമെന്റ് ജോലി കിട്ടണമെന്നാണ് എന്റെ ആഗ്രഹം. ഇപ്പൊ കല്യാണത്തിന് എവിടെയെങ്കിലും പോവായിരുന്നു? അത് ഇങ്ങോട്ട് വന്നാണോ? അല്ല, പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇങ്ങനെ ഒരുങ്ങിയൊക്കെ വന്നപ്പോ അത് ഞാൻ എപ്പോഴും അങ്ങനെയാ, നല്ലതായിട്ട് ഒരുങ്ങിയൊക്കെ നടക്കുള്ളൂ. അങ്ങനെ വേണം, പെൺപിള്ളേരായ അങ്ങനെ ഒരുങ്ങി നടക്കണം. തയ്ക്കാൻ അറിയോ എന്തെങ്കിലും? അങ്ങനെ ഒന്നും അറിയില്ല. ആണല്ലേ? ഇല്ല, എല്ലാം ഒന്നേന്ന് തുടങ്ങണം. അപ്പൊ ഇതിപ്പോ എങ്ങനെയാന്ന് വെച്ചാലേ, ചിലപ്പോ നമ്മള് രണ്ടു തരത്തിൽ പഠിക്കാം. നമുക്ക് അതിപ്പോ നിങ്ങൾ പെൺപിള്ളേരായതുകൊണ്ട് ബ്ലൗസോ ചുരിദാറോ അങ്ങനെ മാത്രം മതിയെങ്കിൽ ചേച്ചി അത് പഠിപ്പിച്ചു തരാം. അതല്ലെങ്കിൽ ആദ്യം മുതൽ കുഞ്ഞുടുപ്പ് മുതലെല്ലാം തയ്ക്കണമെങ്കിൽ അങ്ങനെ പഠിപ്പിക്കാം. എന്താ വേണ്ടേ? എന്തായാലും എനിക്കൊന്നും അറിയില്ലല്ലോ. അപ്പൊ കുഞ്ഞുടുപ്പ് മുതൽ തന്നെ ചെറുതായിട്ട് തുടങ്ങാം. പിന്നെ തുടങ്ങാം. ഇന്ന് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് നോക്കാം നമുക്ക് കേട്ടോ. പിന്നെ നാളെ വരുമ്പോ എന്തെങ്കിലും പഴയ സാരിയോ മുണ്ടോ എന്തെങ്കിലും കൊണ്ടുവരണം. നമുക്ക് തുണി വെട്ടി പഠിക്കാനായിട്ട്. അപ്പൊ നമുക്ക് തൽക്കാലം കടലാസിൽ വെട്ടാം. ശരി. പുതിയ ശിഷ്യ വന്നു പറഞ്ഞേ. മോളാണ്? അതെ. എന്താ കുട്ടിയുടെ പേര്? ചിലങ്ക. ചിലങ്ക, അത് നല്ല രസമുള്ള പേരാണല്ലേ? എല്ലാരും പറയാറുണ്ട്. എന്റെ അമ്മാവനാ. ആണോ? ഇവളുടെ അമ്മയുടെ അനിയനാണ് ഞാൻ. മോളിരിക്കും. എന്റെ പേര് അഴകേശൻ. കല്യാണം കഴിച്ചിട്ടില്ല. സ്വന്തമായിട്ടൊരു വീടും മുളപ്പൊക്കെ ഉണ്ട്. അവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ പേര് സമ്മതിക്കില്ല. അപ്പൊ നേരെ ഇങ്ങോട്ട് വന്നു. ഇപ്പൊ ചേച്ചിയുടെ അടുത്തും ഇവിടെയൊക്കെയാണ് താമസം. അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ താമസിക്കുന്നു. ഇവർക്ക് വേണ്ട സഹായമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ട് കടന്നു വരുവുള്ളൂ. അവിടെ വന്ന് അവിടെ നിന്ന് അങ്ങോട്ട് പോകും. അല്ല, ഇവിടെ പിന്നെ സഹായിക്കാൻ ആവശ്യമില്ല. എന്തിനും അങ്ങോട്ട് വരും. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് വരണ്ടല്ലോ. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇവിടെ വരാം. എന്തായാലും ഇങ്ങനെ ഒരാളോളം നന്നായി ചേച്ചി. പിന്നെ പൊക്കോ, ഞാനേ ഇവിടെ പഠിപ്പിക്കാൻ പോകും. ഒരു കാര്യം, ഇവിടെ പോലത്തെ ഒരു 10 കുട്ടികളെ കൊടുത്തിട്ടേ നമുക്ക് ഇവിടെ ക്ലാസ് അങ്ങോട്ട് തുടങ്ങിയാലോ? പിന്നെ വീട്ടിലോ ആൾക്കാർ കൂടൂലേ? അതൊന്നും ശരിയാവില്ല. എടി, സമയത്തിന് നമുക്ക് തുണി തയ്ച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ ഇവരുടെ ഒക്കെ ഫീസ് മേടിച്ചൂടെ? ഫീസ് എന്ന് പറഞ്ഞാൽ കൊച്ചിനെ വലിയ പേടിപ്പിക്കലും അത്രയൊന്നും ഇല്ലെങ്കിലും കയ്യിലുള്ളതൊക്കെ കൊടുക്കും. പിന്നെ ഇങ്ങനെ നല്ല പ്രഗത്ഭരായിട്ടുള്ള ശിഷ്യന്മാരൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേരും പെരുമയൊക്കെ ഒന്ന് വേറെ അല്ലേ? പിന്നെ ഇനിയിപ്പോ നിനക്ക് അടുക്കളയിലെ പണിയുണ്ട്, ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോട്ടം എന്നെ ഉണ്ടാവും, ഞാൻ ഇവിടെ ഉണ്ടാവാം. അതിന് അമ്മാവന് തയ്ക്കാനറിയാം? തയ്ക്കാനല്ല, ഈ തയ്ക്കാൻ വന്ന കുട്ടികളൊക്കെ എന്ത് ചെയ്യും? ഇതിലൊന്നും ശ്രദ്ധിക്കാണ്ട ഫോണിൽ പിടിച്ച് കളിക്കുക, വർത്താനം പറഞ്ഞിരിക്കുക, അതൊക്കെ പറയുമ്പോ അത് പറ്റില്ല, കട്ട് ചെയ്യ്, തുന്ന്, ഇതൊക്കെ പറഞ്ഞിരിക്കാൻ ഒരു കാരണമുള്ളത് നല്ലല്ലേ? ചേച്ചിക്ക് ഒരു സഹായമാവും. അതെ അതെ. അമ്മാവൻ എന്താ പോകുന്നത്? എന്തെങ്കിലും ആവശ്യം ഉണ്ടായോ? അല്ല, ഞാൻ അവിടെ വന്നപ്പോ പറഞ്ഞു ഇവിടെ ഒരു ശിഷ്യ വന്നിട്ടുണ്ട്, അപ്പൊ പിന്നെ പരിചയപ്പെട്ടിരിക്കണം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒക്കെ പറയാൻ ഉത്തരവാദിത്തമുള്ള ഒരാൾ വേണ്ട മോളെ. പരിചയപ്പെട്ടില്ലേ? പിന്നെ എല്ലാ തുന്നക്കാരും മറ്റേ ഈ മാഷുമാരുടെ ഒരു പ്രത്യേകത ഉണ്ട്. കുട്ടികളെ കൊണ്ടു കഴിഞ്ഞാൽ കുറെ മാസത്തെ ഫീസ് മേടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം സൂചി നൂലും ഒരു ബട്ടൺ എടുത്തു കൊടുക്കും. എന്നിട്ട് ഇതിങ്ങനെ തുന്നി. അത് വേണ്ട, പരിചയമുള്ള കുട്ടി, നല്ല സമർത്ഥയായ കുട്ടിയാന്ന് മുഖം കണ്ടാ അറിയാം. ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ മതി, അവള് പഠിക്കും. അപ്പൊ ആദ്യം തന്നെ കട്ട് ചെയ്യാൻ പഠിപ്പിക്കുക, എന്നിട്ട് വേഗം തുന്നാൻ പഠിപ്പിക്കുക. ഒരു കാര്യം ചെയ്യാം, അമ്മാവൻ നിന്നങ്ങ് പഠിപ്പിച്ചോ. ഇങ്ങനെ ഇവൾക്ക് ഇങ്ങനെ ഒരു ഹെഡ് വെയിറ്റ് ഉണ്ട്. കാരണം എനിക്കൊന്നും അറിയില്ലോ, അങ്ങോട്ട് ചെയ്തോ. ഞാൻ പിന്നെ പണിക്കൊന്നും പോവാത്ത വേറെ ഒന്നല്ല, ഞാൻ ഈ കൃഷിപ്പണി ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാറ്. പിന്നെ അതൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഇവരൊക്കെ അല്ലേ. അതിന് പോണം, ഞാനൊന്ന് പഠിപ്പിച്ചോട്ടെ. അപ്പൊ പഠിപ്പിക്കണം. പഠിപ്പിച്ചോ. അതല്ലേ? അപ്പൊ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോട്ടോ. ശരി, ഞാൻ അവിടെ എപ്പോഴാ കോലായിലുണ്ടാവും. എന്താവശ്യം ഉണ്ടെങ്കിലും അമ്മാനും വിളിച്ചോട്ടോ. ഇനി എപ്പോ വേണമെങ്കിലും കാണാമല്ലോ. അതെ, ചോറോ ചായയൊക്കെ ഇവിടുന്ന് കൊടുത്താൽ മതി. അതൊന്നും ഏറ്റിക്കൊണ്ടുവരാൻ നിൽക്കണ്ട, അത് നമ്മുടെ വീട് പോലെ താമസിച്ചോട്ടാ. അയ്യോ, നാളെ മുതൽ ഞാൻ കൊണ്ടുവരും. വേണ്ട, അതൊക്കെ ഇവിടെ തരും കേട്ടോ. വർത്താനത്തിന് ആരെങ്കിലും കിട്ടിയാ മതി, പിന്നെ പോവില്ല ഇവിടെ നിന്ന്. പാവാണ്, മക്കളൊന്നും ഇല്ലാത്തോണ്ട്. പ്രായമുള്ള ആളല്ലേ പിന്നെ. Alien versus Alien.